Question paper revision, second unit, second chapter, unit and measurements, part 1. 2020 മാർച്ചിൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 4 pairs of initial and final positions of a body along x-axis are given. x-axisലുള്ള 4 pair of positions തന്നിട്ടുണ്ട്. Which pair gives positive displacement of the body? ഇതിൽ ഏത് പെയർ ആണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്? 4 ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കാം. ഉത്തരം ഏതാണ് വരുന്നത്? -10 + 15. അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളൊരു എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. സെന്റർ 0 ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് മൈനസ് വാല്യൂ ആണ്, റൈറ്റ് സൈഡിലേക്ക് പ്ലസ് വാല്യൂ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസ് എടുത്താൽ നമുക്ക് -10 + 15 ആണ്. അപ്പൊ -10ൽ നിന്ന് 15ലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ റൈറ്റ് സൈഡിലേക്കാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഇനി സെക്കൻഡ് കേസ് നോക്കുക. -5 to -12 ആണ്. അപ്പൊ -5 എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ വരും. -12 എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പൊ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഇവിടെ 2 മീറ്റർ ടു -5. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട്, -5 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ വരുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പൊ ഇവിടുന്ന് 2ൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മൈനസ് ആണ്, നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. 2 മീറ്റർ ടു 1 മീറ്റർ. 2 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സെൻട്രലായിട്ട് വരും. അപ്പൊ അതും അതെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് ഇതാണ്, -10 മീറ്റർ + 15 മീറ്റർ. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ കാര്യങ്ങളെ കുറച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ലഭിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് എ ബോഡി ഓഫ് മാസ് m and velocity v moving in a circular orbit of radius r is given by. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നിട്ടുണ്ട്. F is equal to mv²/r. ഇതിൽ m മാസ് ആണ്, v വെലോസിറ്റി ആണ്, r റേഡിയസ് ആണ് എന്നെല്ലാം തന്നിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഫോഴ്സ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതണം. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് mLT⁻². അതാണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. യൂസിംഗ് ദ ഫോർമുല ഓഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ് റൈറ്റ് an equation to find percentage error in centripetal force. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ പെർസെൻറ്റേജ് എറർ കാണാനുള്ള ഫോർമുല എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫോർമുല ഇതാണ്. അപ്പോൾ ഫസ്റ്റിലെ പെർസെൻറ്റേജ് എറർ അബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് എറർ കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, എഫിന്റെ എന്ന് പറയുമ്പോൾ ΔF/F × 100 ആണ്. ΔF എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് എറർ ഇൻ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ. അബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100, അല്ലെങ്കിൽ ഇതാണ് റിലേറ്റീവ് എറർ ഇൻറ്റു 100. അതാണ് വരുന്നത്. ΔF/F × 100 is equal to എമ്മിന്റെ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? ΔM/M × 100. ഇവിടെ പ്ലസ് സൈൻ ആണ് വരിക. ഇനി v²നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × ΔV/V × 100 എന്ന് എഴുതാം. പ്ലസ് ഇവിടെ ഡിവിഷൻ ആണെങ്കിലും പ്ലസ് ആണ് വരുന്നത്. ആറിന്റെ നമ്മൾ എങ്ങനെ എഴുതുന്നു? ΔR/R × 100. അപ്പൊ ഈ ΔR/R, ΔV/V, ΔM/M, ΔF/F ഒക്കെ റിലേറ്റീവ് എററുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് ത്രൂ എ പൈപ്പ് ഈസ് ഗിവൺ. പൈപ്പിന്റെ ഗിവൺ ടൈം ഈസ് V is equal to KA²UT. അതായത് വോളിയം കാണാനുള്ള ഒരു ഫോർമുല എഴുതിക്കുകയാണ്. V is equal to KA²UT. ഇനി ഓരോ വാല്യൂ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? A is the area of cross section of the pipe, U speed of flow, T time, and K dimensionless constant. First question. Name the principle that can be used to check dimensional correctness of an equation. Dimensional correctness ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ആൻസർ അറിയാം. ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ചെക്ക് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ 2 ടേമുകളാണുള്ളത്. ഒന്ന് ഏതാണ്? V എന്ന് പറയുന്ന ഒരു ടേം, അതിന്റെ ഡയമെൻഷൻ കാണണം. ഇനി KA²UT എന്ന് പറയുന്ന മറ്റൊരു ടേമാണ്, അതിന്റെ ഡയമെൻഷൻ കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യം ഡയമെൻഷൻ ഓഫ് V കാണുന്നു. ഡയമെൻഷൻ ഓഫ് വിനെ √V എന്ന് എഴുതുന്നു. V എന്ന് പറഞ്ഞാൽ വോളിയം ആണെന്ന് തന്നിട്ടുണ്ട്.
വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്, അതായത് എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ വരും. അപ്പോൾ നമുക്ക് എൽ ക്യൂബ് ആണ് കിട്ടുന്നത്. ഇനി ഡയമെൻഷൻ ഓഫ് കെ എ സ്ക്വയർ യു ടി ആണ്. അതിനെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് കെ എ സ്ക്വയർ യു ടി എന്ന് എഴുതാം. കെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, അപ്പോൾ കെക്ക് ഡയമെൻഷൻ ഇല്ല. പിന്നെ എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ വന്നു. എൽ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. യു വെലോസിറ്റി ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, സ്പീഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ യുവിന്റെ നമ്മൾ എന്ത് എഴുതി? എൽ ടി റേസ്ഡ് -1 നമ്മൾ പഠിച്ചതാണത്. ടൈം ടി, ടിയുടെ അതുപോലെ എഴുതി. അപ്പൊ ഈ ടിയും ഈ ടിയും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നുള്ളത് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൽ റേസ്ഡ് 4ഉം ഒരു എല്ലും കൂടി വരുമ്പോൾ എൽ റേസ്ഡ് 5 ആയി. അപ്പൊ ഇവിടെ എൽ ക്യൂബ് ആണ്, ഇവിടെ എൽ റേസ്ഡ് 5 ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എന്തല്ല? കറക്റ്റ് അല്ല. 2019 ഇംപ്രൂവ്മെന്റ് എക്സാമിന് 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ആ വർഷം ചോദിച്ചത്. The correctness of the equation f is equal to 2 pi into root of L by G can be checked using principle of homogeneity in dimension. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷന്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കറിയാം ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ സെയിം ഇൻ ഈച്ച് ആൻഡ് എവറി ടേം ഓൺ ഐദർ സൈഡ് ഓഫ് എൻ ഇക്വേഷൻ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഫ്രീക്വൻസി ആണ് എഫ്, എൽ ലെങ്ത് ആണ്, ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എഫ് അല്ല, ടി ഈസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് തെറ്റാണെന്ന് ആദ്യം തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അവിടെ എഫ് ആണ് തന്നിട്ടുള്ളത്, പക്ഷെ നമുക്ക് യഥാർത്ഥ ഫോർമുല ഏതാണ്? ടി ഈസ് ഈക്വൽ ടു ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, എഫ് എന്ന് പറഞ്ഞാൽ 1/t ആണ്. 1/t എന്ന് പറഞ്ഞാൽ ടി റേസ്ഡ് -1 ആണ് വരുന്നത്. ഫ്രീക്വൻസി റെസിപ്രോക്കൽ ഓഫ് പീരിയഡ് ആണ്. അപ്പൊ എഫിന്റെ നമുക്ക് കിട്ടി ടി റേസ്ഡ് -1. ഇനി 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ഒറ്റ ടേം ആണ്. അതിന്റെ ഡയമെൻഷൻ കാണുമ്പോൾ 2 പൈക്ക് ഡയമെൻഷൻ ഇല്ല. പിന്നെ എല്ലിന്റെ ഡയമെൻഷൻ ആണ് വരുന്നത്. എല്ലിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ തന്നെ. ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷന്റെ എൽ ടി റേസ്ഡ് -2, എല്ലും കട്ട് ചെയ്തു. ടി റേസ്ഡ് -2 നേരെ മുകളിലേക്ക് വരുമ്പോൾ ടി സ്ക്വയർ ആയി മാറി. റൂട്ട് ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പൊ ഇവിടെ 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജിയുടെ ഡയമെൻഷൻ ടി ആണ്, എഫിന്റെ ഡയമെൻഷൻ ടി റേസ്ഡ് -1 ആണ്. അപ്പൊ രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി നോട്ട് കറക്റ്റ്. അതിലെ സി പാർട്ട് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി v ഓഫ് എ പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ടൈം ടി ആസ് v is equal to at square plus bt. ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്, v is equal to at square plus bt. അതിൽ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ആൻഡ് യൂണിറ്റ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഡയമെൻഷനും യൂണിറ്റും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ 3 ടേമുകളാണുള്ളത്. ഏതൊക്കെയാണ് ആ 3 ടേമുകൾ? ഒന്ന് വി, പിന്നെ ഏതാണ് എ ടി സ്ക്വയർ, പിന്നെ ഒന്ന് ബി ടി. അപ്പൊ 3ന്റെ ഇക്വേഷൻസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം സെയിം ആയിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഈ 2 ഇക്വേഷൻ എടുക്കുന്നു. ഇതിൽ നിന്ന് എയുടെ വാല്യൂ കാണുന്നു. ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? വി ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്ന് കിട്ടി. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. വെലോസിറ്റി ആണ് വി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ്ഡ് -1 ആണ്. അതുപോലെ തന്നെ ടി ടൈം ആണെന്നും തന്നിട്ടുണ്ട്. ടൈമിന്റെ ടി സ്ക്വയർ ആണ്. അപ്പൊ ഈ ടി സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ ടി റേസ്ഡ് -2, ഇവിടെ ഒരു -1 കൂടി ഉണ്ടാവുമ്പോൾ ടി റേസ്ഡ് -3. അപ്പൊ എയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി എൽ ടി റേസ്ഡ് -3. ഇനി അതിന്റെ എസ് ഐ യൂണിറ്റ് നമുക്ക് നോക്കണം. എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ എല്ലിന് പകരം നമ്മൾ മീറ്റർ കൊടുത്തു. ടൈം സെക്കൻഡ് ആണ്, സെക്കൻഡ് റേസ്ഡ് -3. അപ്പോ എം എസ് റേസ്ഡ് -3 ആണ് ഏത് വരുന്നത്? യൂണിറ്റ് ഓഫ് എ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 2 ഇക്വേഷൻസ് എടുക്കുന്നു. ഏത്? v is equal to bt എന്നുള്ളത്. ഇതിൽ നിന്ന് b is equal to ഡയമെൻഷൻ ഓഫ് b is equal to ഡയമെൻഷൻ ഓഫ് v by ഡയമെൻഷൻ ഓഫ് t. v വെലോസിറ്റി, വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ്ഡ് -1 ബൈ ടി. ടി അടിയിലുള്ള ഈ ടി മുകളിലേക്ക് വരുമ്പോൾ ടി റേസ്ഡ് -1 ആവും. ടി റേസ്ഡ് -1ഉം ടി റേസ്ഡ് -1 ആവുമ്പോൾ ടി റേസ്ഡ് -2. അപ്പൊ എൽ ടി റേസ്ഡ് -2 ആണ് ബിയുടെ ഡയമെൻഷൻ. ഇനി അതിന്റെ യൂണിറ്റ് വരുമ്പോൾ നമുക്ക് നോക്കാം. എൽ ലെങ്ത് ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് വീണ്ടും മീറ്റർ ആണ്. ടി ടൈം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ സെക്കൻഡ് റേസ്ഡ് -2 ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്.
ഇനി 2019 മാർച്ചിൽ 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ലെങ്ത് ഓഫ് 2 bodies measured by a meter scale are L1 is equal to 20 plus or minus 0.5 centimeter and L2 is equal to 15 plus or minus 0.2 centimeter. അപ്പോൾ രണ്ട് ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. ലെങ്ത് L1 L2 തന്നിട്ടുണ്ട്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ നോക്കുക. സം ഓഫ് ദീസ് ലെങ്ത്, അതിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സമ്മ് കാണുമ്പോൾ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ സം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 20യും 50യും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യാണ്. അപ്പൊ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ആഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. 20 എന്ത് ചെയ്യുന്നുണ്ട്, പ്ലസ് 15 നമുക്ക് കിട്ടി. കാരണം ഇവിടെ 20 വരുന്നുണ്ട്. 20യും 15യും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. പ്ലസ് ഓ മൈനസ് ഏത് വന്നു, പിന്നെ എററുകളാണ്. ഇത് എററാണ്. ആ എററുകൾ തമ്മിലും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 0.5ഉം 0.2ഉം തമ്മിലും ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 20 പ്ലസ് 15 എന്ന് പറഞ്ഞിട്ട് 35. അതുപോലെ തന്നെ 0.5 പ്ലസ് 0.2 എന്ന് പറഞ്ഞാൽ 0.7. അപ്പൊ അതാണ് സം ഓഫ് ദീസ് ലെങ്ത്, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെങ്ത്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് 20 മൈനസ് 15 എഴുതി, അത് അതേപോലെ എഴുതി. പ്ലസ് ഓ മൈനസ്, വീണ്ടും എററുകൾ തമ്മിൽ നമ്മളെ ഫോമുല പ്രകാരം ആഡ് ചെയ്യാണ്. മൈനസ് ചെയ്യല്ല ചെയ്യുക, മറിച്ച് ആഡ് ചെയ്യാണ്. 0.5 പ്ലസ് 0.2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരുന്നത്, 20 മൈനസ് 15 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് ഓ മൈനസ് 0.7 സെന്റിമീറ്റർ. ഇതാണ് ആൻസർ. അടുത്തത് വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. വെലോസിറ്റി ടെമ്പറേച്ചറുമായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റേറ്റ്മെന്റ്. ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ ഓഫ് ഫിസിക്സ്. ഫിസിക്സിലെ ഏത് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്? ഇപ്പൊ രണ്ടും ഡയമെൻഷൻസ് വ്യത്യാസമാണ്. അപ്പൊ ഡയമെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ ഒന്നേ ഉള്ളൂ, അത് നമുക്ക് അറിയുന്നതാണ്. ഏതാണത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ PV is equal to Fx. PV is equal to Fxന്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ P എന്ന് പറയുന്നത് പ്രഷർ ആണ്, V എന്ന് പറയുന്നത് വോളിയാണ്, F ഫോഴ്സ് ആണ്, X ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച അതേ സാധനങ്ങൾ തന്നെ ചോദിച്ചോളന്നില്ല, ആ മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഇവിടെ രണ്ട് ടേമുകളുള്ളത്, ഒന്ന് PVയും Fxഉം. അപ്പൊ PVയുടെ നമ്മൾ കാണുകയാണ്. P എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ പ്രഷറിന് പകരം നമ്മൾ ഫോഴ്സ് ബൈ ഏരിയ കൊടുത്തു. V എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നിട്ട് വോളിയാണ്, അപ്പൊ വോളിയം കൊടുത്തു. ഫോഴ്സിന്റെ നമുക്കറിയാം mL(T⁻²) ആണ് ഡയമെൻഷണൽ ഫോർമുല. ഏരിയയുടെ L² ആണ്, അതുപോലെ തന്നെ വോളിയത്തിന്റെ L³ ആണ്. അപ്പൊ ഇവിടെ L²ലെ സ്ക്വയർ പോകും, ഇവിടുത്തെ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു L ബാക്കി ഉണ്ടാവും. ഇവിടെ ഒരു L ഉണ്ട്, അപ്പൊ L² വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് mL²T⁻² ആണ്. ആരുടെ? PVയുടെ ഡയമെൻഷണൽ ഫോർമുല. ഇനി നമ്മൾ ആരെ കാണണം? Fxന്റെ കാണണം. Fxന്റെ വരുമ്പോൾ F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല mL(T⁻²). X എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അത് L നമ്മൾ കൊടുത്തു. അപ്പൊ L × L L² ആണ്. വീണ്ടും നമുക്ക് കിട്ടുന്നത് mL²T⁻². അപ്പൊ Fxന്റെ mL²T⁻², PVയുടെ mL²T⁻². അതുകൊണ്ട് നമ്മളെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇക്വേഷൻ ഈസ് കറക്റ്റ്.